പ്ലസ് ടു പരീക്ഷ കഴിയും മുൻപേ കേരളത്തിലെ കോളേജുകളിൽ മാനേജ്മെൻറ്റുകളും വിദേശ പഠന സഹായമൊരുക്കുന്ന ഏജൻസികളും അവരൊരുമിച്ച് ചേർന്ന് സെമിനാറുകൾ നടത്താറുണ്ട്. വിദ്യാർത്ഥികളെ കൂടുതലും വിദേശത്ത് പോയി പഠിക്കാനുള്ള ആഗ്രഹം മനസ്സിലിട്ട് കൊടുക്കുന്നത് ഇവരാണ്, ഈ സെമിനാറാണ്. ഏതാനും വർഷമായി ക്യാമ്പസിനോടും സ്കൂളിനോടും വിട പറയാനൊരുങ്ങുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വിത്ത് പാകുന്നവർ പക്ഷേ കൃത്യമായ ഗൈഡൻസുകൾ നൽകുന്നില്ല. അതിൻ്റെ വരും വരായികൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. എങ്ങനെ വിദേശത്ത് പോകാം എന്ന ഒരൊറ്റ വഴി മാത്രം തെളിച്ചു നൽകുന്ന ആ സെമിനാറുകൾ വിദേശത്ത് ചെന്നാൽ ഇവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, പഠിച്ചാൽ പ്രയോജനമുണ്ടോ, എന്ത് പഠിച്ചാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കേണ്ടത്, പഠിക്കുന്ന കോഴ്സുമായി തിരികെ വരേണ്ടി വന്നാൽ നാട്ടിലെന്ത് ജോലി ലഭിക്കും എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഏജൻസികളുടെ ലക്ഷ്യം കയറ്റുമതിയാണ്. എങ്ങനെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഏതെങ്കിലും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യണം. ഇവരുടെ ഒറ്റ സെമിനാറിൽ നിന്ന് തന്നെ പങ്കെടുക്കുന്ന പകുതി വിദ്യാർത്ഥികളുടെ അപേക്ഷകളെങ്കിലും കയ്യോടെ ലഭിക്കും. സർക്കാർ ജീവനക്കാരുടെയും സാമ്പത്തികമായി ഉയർന്ന കുടുംബങ്ങളിലെയും വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രിൻസിപ്പൽമാരുടെ സഹായത്തോടെ കണ്ടെത്തി അത്തരം വിദ്യാർത്ഥികളെ പ്രത്യേകമായി ക്യാൻവാസ് ചെയ്യും. UK-യിലെത്തി പിറ്റേന്ന് മുതൽ ജോലിക്ക് പോകുന്നതും 1 വർഷത്തെ പഠനം കഴിഞ്ഞ് സ്റ്റൈലിഷ് ഓഫീസിൽ ജോലി ചെയ്യുന്നതും 5 വർഷം കൊണ്ട് ബ്രിട്ടീഷുകാരനായി മാറുന്നത് സ്വപ്നം കണ്ടും ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിമാനം കയറി തുടങ്ങിയപ്പോൾ കേരളത്തിലെ ഏജൻസി നടത്തിപ്പുകാർ നൊടിയിടയിലാണ് സഹസ്ര കോടീശ്വരന്മാരായി മാറിയത്. ഇപ്പോൾ ഈ അന്തരീക്ഷം പാടെ മാറി. ഇടിച്ച് തിക്കി വരുന്ന വിദേശ വിദ്യാർത്ഥികളെ കണ്ട് ഭയന്ന ബ്രിട്ടൻ നിയമം അടിമുടി മാറ്റി. ഇവിടേക്ക് കുടിയേറാമെന്ന ചിന്തയോടെ ആരും തിരക്കിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് ബ്രിട്ടൻ കർക്കശമായി പറഞ്ഞു. അത് പറയിപ്പിക്കാൻ പ്രധാന കാരണമായത് ബ്രിട്ടനിൽ എത്തി തങ്ങൾ ആശിച്ചതൊന്നുമല്ല ഇവിടെ കാണാനായതെന്ന് മനസ്സിലാക്കിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അതിവേഗം കുടിയേറ്റക്കാരായി വേരുപിടിക്കാൻ നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ്. പഠിക്കാൻ വന്നവർ ആ വഴി മറന്നു. മറ്റു വഴികൾ തേടിയപ്പോൾ അതിവേഗം സ്കൂളുകളും ആശുപത്രികളും ജനബാഹുല്യത്തിൻ്റെ തീഷ്ണത അറിഞ്ഞു തുടങ്ങി. വീടുകൾ തേടി വിദ്യാർത്ഥികൾ അനേകം മൈലുകൾ സഞ്ചരിക്കുന്ന കഥകൾ യൂണിവേഴ്സിറ്റികളിൽ അങ്ങാടിപ്പാട്ടായി. റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലും യൂണിവേഴ്സിറ്റി അധികൃതർ വഴി സർക്കാർ വകുപ്പുകളുടെ തലപ്പത്തുമെത്തി. ആളെണ്ണം കൂടിയപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളും കൂട്ടിനെത്തിയപ്പോൾ സ്നേഹത്തോടെ കൈകെടുക്കാൻ വന്നവർ അവർ തന്നെ തിരിഞ്ഞു നിന്നു തുടങ്ങി. പഠന ചെലവിൻ്റെ വലിയൊരു ഭാഗം താമസത്തിന് വേണ്ടി വരുമെന്നായപ്പോൾ കിടപ്പുമുറികളിൽ പോലും ആൾപ്പെരുപ്പമായി. 2-3 പേർക്കുള്ള മുറിയിലേക്ക് 7-8 പേര് ഇടിച്ചു കയറിയപ്പോൾ സ്വകാര്യത പോലുമില്ലാത്ത വിധം കുടിയേറ്റ ചെറുപ്പക്കാരുടെ ജീവിതം അസഹ്യതകൾ നിറഞ്ഞു. ആടുജീവിതത്തിൻ്റെ മറ്റൊരു വെർഷൻ പലയിടത്തുമുണ്ടായി. അനധികൃതമായി ജോലി ചെയ്യാതെ ശീലമില്ലാത്ത പട്ടിണിയിൽ നിന്നും രക്ഷപ്പെടുക അസാധ്യമായി. നിർഭാഗ്യം ചെയ്തവർ പോലീസ് പിടിയിലായി. നേരെ അടുത്ത വിമാനത്തിൽ നാട്ടിൽ ചെന്നിറങ്ങേണ്ട അവസ്ഥയായി. കുറ്റം മുഴുവൻ കുട്ടികളുടെ തലയിൽ ചാർത്തി നാട്ടുകാരും വേണ്ടപ്പെട്ടവരും കൈ കഴുകി കാഴ്ചക്കാരായി. ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കവേ 7 ലക്ഷം വിദേശികൾ ഒരൊറ്റ വർഷം നാട്ടിലെത്തിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ തലക്കെട്ടായി പിറന്നത്. പിന്നെല്ലാം വേഗത്തിലായിരുന്നു. സ്റ്റുഡൻസ് വിസയിൽ വരുന്നവർക്ക് കൂടെ ആശ്രിതരായി ഭർത്താവിനെയോ ഭാര്യയെയോ കൊണ്ടുവരാൻ സാധിക്കില്ലെന്ന പ്രഖ്യാപനമെത്തി. ഇതോടെ കുടുംബമായി എത്തി ഇവിടെ ചുവടുറപ്പിക്കാൻ പറ്റില്ലെന്ന് വ്യക്തമായപ്പോൾ നാട്ടിൽ തിരക്കിന് ശമനമായി. ഇതിനൊപ്പം പഠനശേഷം 2 വർഷം നിന്ന് എന്തെങ്കിലും പണിയെടുത്ത് കടം വീട്ടാൻ സഹായിക്കുമായിരുന്ന പോസ്റ്റ് സ്റ്റഡി വിസ കൂടി ഇല്ലാതാവുകയാണെന്ന പ്രചാരണം ശക്തമായി. അതോടെ കടം മേടിച്ചെത്തി അതിലും വലിയ കടവുമായി മടങ്ങണമെന്ന അവസ്ഥയായി. ദിവസവും വിദേശ വാർത്തകൾ വായിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് വേഗം അപകടം മനസ്സിൽ കത്തി. ഇതിൻ്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ യൂണിവേഴ്സിറ്റി അഡ്മിഷനിൽ തെളിഞ്ഞ ഇന്ത്യയിലെയും നൈജീരിയയിലെയും കുത്തനെയുള്ള ഇടിവ്. ഈ 2 രാജ്യങ്ങളിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് വിദ്യാർത്ഥി കയറ്റുമതി പ്രധാനമായും നടന്നത്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് അഡ്മിഷൻ സർവീസസ് എന്ന യൂകാസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ഇന്ത്യയിൽ നിന്നും UK വിസ നേടിയത് വെറും 8770 പേരാണ്. നൈജീരിയയിൽ നിന്നും എത്തിയത് വെറും 1570 പേരും. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരുടെ എണ്ണം ഇതിൻ്റെ 10 മടങ്ങായിരുന്നു. ഏതായാലും UK, കാനഡ മോഹം പല വിദ്യാർത്ഥികൾക്കും ഇല്ലാതായി. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കൂടി നയം മാറ്റിയാൽ യുവതി യുവാക്കളെ ഇവിടെ തന്നെ പഠിക്കാനും ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങിയേനെ.